ഹലോ, ബിൽഡിയർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRBയുടെ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സാംസ് കഴിഞ്ഞ് എല്ലാവരും കുറച്ച് ആശ്വാസത്തിൽ ഇരിക്കുകയായിരിക്കും എന്നറിയാം. ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്തപ്പം നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. എന്തായിരുന്നു അത്? TCSൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസിന് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് മാത്സിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇനി വരുന്ന എക്സാംസിന് നമ്മൾ എന്തൊക്കെയാണ് മാത്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതുവരെയും റയറായിട്ട് മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. എസ്പെഷ്യലി കോമ്പറ്റീറ്റീവ് എക്സാംസിന്റെ കേസിൽ ട്രിഗ്നോമെട്രിയിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഇതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തതിലാണേലും ഇടയിൽ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് കാണും എന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്തവണത്തെ RRB എക്സാമില് എല്ലാ ഷിഫ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും മിനിമം 2 ക്വസ്റ്റ്യൻസ് എങ്കിലും ട്രിഗ്നോമെട്രിയിൽ നിന്നും ഉണ്ടായിരുന്നു. വലിയ വലിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പോലും നമുക്ക് പ്രോപ്പർ ആയിട്ട് ഐഡന്റിറ്റീസ് ഒക്കെ അറിയാവുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്തു പോവാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ട്രിഗ്നോമെട്രി ഇനി അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ചാപ്റ്റർ അല്ല. ട്രിഗ്നോമെട്രിയും നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ മാത്സിൽ ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ട്. നമ്മൾ പഠിക്കുമ്പം നമ്മൾ കുറേ ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്നൊരു കൺഫ്യൂഷനാണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പം ഒരു ചാപ്റ്ററിൽ നിന്നും 4 ക്വസ്റ്റ്യൻ വന്നു, വേറൊരു ചാപ്റ്ററിൽ നിന്നും 5 ക്വസ്റ്റ്യൻ വന്നു എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ആകെ കൂടെയുള്ള 25 ക്വസ്റ്റ്യനിൽ നിന്നും ഈ 22 ചാപ്റ്റേഴ്സിൽ നിന്ന് 5 ക്വസ്റ്റ്യനും 4 ക്വസ്റ്റ്യനും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ടാലി ആയി പോവുക എന്നൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരും. അപ്പൊ അങ്ങനെയുള്ളവർ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഈ പറയുന്ന കോച്ചിങ് സെന്റേഴ്സ് ഒക്കെ വെറുതെ തള്ളുന്നതാണ് എന്നൊരു മൈൻഡ് ആയിരിക്കും എല്ലാവർക്കും വരുന്നത്. പക്ഷെ അതെന്താ സംഭവിക്കണേന്നും കൂടെ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഒരു ചാപ്റ്ററിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതി മാറിയിട്ട് ഇത്തവണത്തെ എക്സാമിന് ചോദിച്ചിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 1 or 2 ചാപ്റ്ററിലെ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിന് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയാൻ പറ്റുന്നതാണ് റേഷ്യോ. ഇപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ കൂടെ തന്നെ റേഷ്യോ ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ചാപ്റ്ററിലും ഇൻക്ലൂഡ് ചെയ്യാം, റേഷ്യോയുടെ ചാപ്റ്ററിലും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഈ ഒരു രീതിയിലാണ് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. അതായത് എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 or 2 ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം എന്താണ്, നമ്മൾ ഇതുവരെ പഠിച്ച രീതിയിലല്ല, നമുക്ക് സിലബസിൽ തന്നിരിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ടോപ്പിക്സും നമ്മൾ ഇനി മുതൽ കവർ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇതാണ് മാത്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്ത് ഇനി അങ്ങോട്ടേക്കുള്ള എക്സാംസിന് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒരു ഉറപ്പാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.